Hi guys, welcome back. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ഒരു ചെറിയൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു വേർഡ് പ്രസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്രീ ആയിട്ടൊരു വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ വേറെ കുറേ ഫ്രണ്ട്സിനോട് ചോദിച്ചു വേർഡ് പ്രസ് അല്ലാതെ വേറെ എന്ത് രീതിയിലാണ് നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാമെന്ന് ചോദിച്ചു. അപ്പോൾ വേർഡ് പ്രസ് അല്ലാതെ ഞാനൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ രീതിയിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ലേഔട്ടും കാര്യങ്ങളൊക്കെ HTML CSS ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാറാണ് പതിവ്. എന്നിട്ട് അതിനെ ഹോസ്റ്റ് ചെയ്തൊരു വെബ്സൈറ്റായിട്ട് യൂസ് ചെയ്യും. അത് ഒരു രീതിയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള രീതി തന്നെയാണ് ഇപ്പോൾ ഞാനീ പറഞ്ഞ രീതി. HTML CSS യൂസ് ചെയ്തിട്ട് ഹാർഡ് കോഡ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന വെബ്സൈറ്റ്. അപ്പോൾ വേർഡ് പ്രസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് നമുക്ക് വിസിബിളായിട്ട് എഡിറ്റ് ചെയ്യാവുന്ന രീതിയാണ് വേർഡ് പ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ HTML CSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കോഡ് ചെയ്തെടുക്കണം. അതിൻ്റെ ലേഔട്ട് നമ്മൾ കോഡ് ചെയ്തെടുക്കണം, അതിൻ്റെ ഡിസൈൻ കോഡ് ചെയ്തെടുക്കണം, അതിൻ്റെ ഒരു ഫങ്ഷനാലിറ്റി ഒക്കെ നമ്മൾ തന്നെ കോഡ് ചെയ്തെടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ വെബ്സൈറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനൊരു വെബ്സൈറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ളത് ചെറുതായിട്ട് കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ W3 ലേഔട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റിലൊക്കെ ഇഷ്ടംപോലെ ടെംപ്ലേറ്റ്സ് നമുക്ക് കിട്ടും. വെബ്സൈറ്റിൻ്റെ ഫ്രീ ടെംപ്ലേറ്റ്സ് കിട്ടും. റെസ്പോൺസീവ് ആയിരിക്കും, നല്ല ഭംഗി ഉണ്ടാവും. അതുപോലെ തന്നെ മൊബൈൽ ഫസ്റ്റ് ആയിട്ടുള്ള ടെംപ്ലേറ്റുകളായിരിക്കും. ഇപ്പോൾ ഒരു ടെംപ്ലേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കതിൻ്റെ ഡെമോ കണ്ടതിന് ശേഷം വേണമെങ്കിൽ അത് മേടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം ഫ്രീ ആയിട്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്കിപ്പോൾ ഒരു ടെംപ്ലേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ആ ടെംപ്ലേറ്റ് നമുക്ക് ആവശ്യാനുസരണം, നമ്മുടെ കമ്പനിക്ക് ആവശ്യാനുസരണം അത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലാംഗ്വേജ്, അതായത് ഈ HTML ഈ കോഡ് നമ്മൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിലാണ് നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ HTML CSS അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ഇങ്ങനെ 3 ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് ഇതേപോലെ സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള ഡിസൈനിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി HTML എന്താണെന്നും അതുപോലെ തന്നെ CSS എന്താണെന്നും ജാവാസ്ക്രിപ്റ്റ് എന്താണെന്നും അതുപോലെ തന്നെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഫസ്റ്റ് പാർട്ടിൽ ഇതൊരു 3-4 വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ HTML എന്താണെന്നും HTMLലെ ചെറിയൊരു ക്രാഷ് കോഴ്സാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് ക്രാഷ് കോഴ്സിലേക്ക് പോകുന്നത് വെച്ചാൽ HTML എന്ന് പറഞ്ഞ ഈ ഒരു ലാംഗ്വേജ് ഇത് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. ഇത് നമ്മുടെ വെബ്സൈറ്റിന് സ്ട്രക്ചറാണ് ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? സ്ട്രക്ചറാണ് ഉണ്ടാക്കുന്നുള്ളൂ. സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് CSS. അപ്പോൾ CSSന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാക്കലാണ് HTML ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് index.html ആണ് ഡിഫോൾട്ട് പേജ് എന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, ഞാൻ കാണിച്ചു തരാം. അതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് കൺസെപ്റ്റാണ്. നമ്മളിപ്പോൾ ഏതൊരു വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിലും ഏതൊരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോഴും നമ്മുടെ ബ്രൗസർ, നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രൗസർ ഏറ്റവും ഫസ്റ്റ് ഡീഫോൾട്ടായിട്ട് നോക്കുക index.html എന്ന് പറഞ്ഞ പേജാണ്. ഓക്കെ, അപ്പോൾ അതായിരിക്കും ഏതൊരു വെബ്സൈറ്റിൻ്റെയും ഡീഫോൾട്ട് പേജ് എന്നുള്ളത്, HTML പേജ് എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് കാണാം, അതായത് ഇൻഡെക്സിൻ്റെ .html എന്ന് പറയുന്നതാണ് സാധാ ഒരു HTMLൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ് അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. index.html ആണ് ഡീഫോൾട്ട് പേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇനി ഏതൊരു വെബ്സൈറ്റ് എടുത്താലും അതിനൊരു ഇൻഡെക്സ് പേജ് ഉണ്ടാവും. ഇനി ഈ HTML പഠിക്കാൻ എളുപ്പമാണ്. നമ്മളതൊന്ന് മെനക്കെട്ടൊന്ന് ഇരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. പിന്നെ ഞാനത് എല്ലാം ഇൻഡെപ്തിലേക്ക് പോകാത്തൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, ബോറടിക്കും കുറേ പേർക്ക്. അപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏറ്റവും മിനിമം ടൈമിൽ ഏറ്റവും മാക്സിമം പൊട്ടൻഷ്യലി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈവൻ ഞാനും എൻ്റെ ബിഗിനർ സ്റ്റേജിൽ ഇങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇത് പഠിച്ചെടുക്കുക എന്നുള്ളൊരു എയിമായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ ഞാനൊരു വെബ്സൈറ്റ് കാണിച്ചു തരാം. ഇത് W3 സ്കൂൾസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ്. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങളത് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ആക്ച്വലി HTMLന് വേണ്ടി മാത്രമുള്ളൊരു സൈറ്റില്ല. HTML CSS ജാവാസ്ക്രിപ്റ്റ് പൈത്തൺ കൂടെ കാണാൻ സാധിക്കും. ഇഷ്ടംപോലെ ലാംഗ്വേജിനെ കുറിച്ച് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ഏതൊരു സെക്ഷൻ എടുത്താലും ട്രൈ യുവർ സെൽഫ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇപ്പോൾ ഇവിടെ എന്ത് കോഡിനാണ് ഇവിടെ ഇത് വരണേന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഭാവിയിൽ വരാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി നല്ലൊരു നോളജ് കിട്ടും ഈ ഒരു സൈറ്റിൽ നിന്ന്. അത് 100% ഷുവറാണ്. ഈവൻ ഞാൻ എൻ്റെ ബിഗിനർ സ്റ്റേജിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളൊരു വെബ്സൈറ്റ് കൂടിയാണിത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് മറക്കാതെ ഓർത്ത് വയ്ക്കുക. നമുക്ക് എന്തായാലും ഭാവിയിൽ യൂസ്ഫുൾ ആവുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ്. ഓക്കെ, നമുക്ക് അപ്പോൾ വെബ്സൈറ്റിനെ കുറിച്ച് മനസ്സിലായി. അപ്പോൾ HTML എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു
പഠിക്കാൻ എളുപ്പമുള്ള ഒരു ലാംഗ്വേജാണ്. പിന്നെ ഇതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള കുറേ അങ്ങനെ പരിപാടികളൊന്നും നല്ലത് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക, വെബ് പേജിന് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ലേ ഔട്ട് ഉണ്ടാക്കുക, ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ലേ ഔട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് നമ്മൾ ആക്ച്വലി എന്താ പറയുക ടാഗ്സ് യൂസ് ചെയ്യുന്നത്. ടാഗ് ഇതിലെ എലമെൻറ്റുകൾ പറയുന്നതാണ് ടാഗ് എന്ന്, TAGS ടാഗ്സ്. ഓക്കെ, ഈ ടാഗുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ടാഗിനും അതിൻ്റേതായ ഡിഫോൾട്ട് സ്റ്റൈലുണ്ട്, ഡിഫോൾട്ട് ഫംഗ്ഷനാലിറ്റി ഉണ്ട്. നമുക്ക് ഈ ഫംഗ്ഷനാലിറ്റി അല്ല, നമുക്ക് ഇതിൻ്റെ സ്റ്റൈലും കാര്യങ്ങളുടെ CSS യൂസ് ചെയ്തിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ CSSനെ കുറിച്ച് നല്ലൊരു ചെറിയൊരു ക്രാഷ് കോഴ്സ് പോലെ നമുക്ക് ആ ഒരു വീഡിയോ അതിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ അത് CSS എങ്ങനെ യൂസ് ചെയ്യണം, HTML എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ നമുക്കപ്പോൾ അതിൽ നിന്ന് കിട്ടും. ഓക്കെ, ഈ അപ്പോൾ പറഞ്ഞതുപോലെ ടാഗാണ് നമ്മൾ കാണുന്ന കണ്ടൻറ്റിന് റെൻഡർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ടാഗുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി എല്ലാ കണ്ടൻറ്റും HTML ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ടാഗ് എന്താണെന്ന് പഠിക്കാം. ടാഗ് എന്ന് പറഞ്ഞപ്പോൾ ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് 3 ടൈപ്പ് ടാഗാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചറിൽ കാണാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ടാഗുകൾ 3 എന്നല്ല പറഞ്ഞത്, യൂസ് ചെയ്യാൻ പറ്റാവുന്ന ടാഗുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ടാഗുകളുടെ രീതിയിൽ എത്ര ഡിഫറൻസ് ഉണ്ടെന്ന്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സാധാരണ രീതി, അതായത് ഒരു ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിളിൻ്റെ ഉള്ളിലാണ് ടാഗിൻ്റെ പേര് വരിക. ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ പറയുക, ഓപ്പൺ ചെയ്താൽ ക്ലോസ് ചെയ്യുന്ന ടാഗ്. ഇതാണ് ഓപ്പണിങ്, ഇതാണ് ക്ലോസിങ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ വരണത് ആ ടാഗിനുള്ളിൽ എന്തൊക്കെ വരുന്നോ അതൊക്കെ ആ ടാഗിൻ്റെ കണ്ടൻറ്റാണ്. മനസ്സിലായില്ലേ? അതൊക്കെ ആ ടാഗിൻ്റെ കണ്ടൻറ്റാണ്. ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെൽഫ് ക്ലോസിങ് ടാഗാണ്. അതായത് ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഇതേപോലെ ക്ലോസ് ചെയ്യേണ്ട, ഇത് ഇങ്ങനെ ഒരു സ്ലാഷ് ഇട്ട് കൊടുത്ത് നമുക്കത് ക്ലോസ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ക്ലോസിങ് ടാഗ് ഇതിൻ്റെ തന്നെ വേറെ രീതിയിലുള്ളതാണ് ഈ ഒരു ടാഗ് എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ചില ടാഗുകൾ ഈ പറഞ്ഞ രീതിയായിരിക്കും, ഫസ്റ്റത്തെ രീതിയായിരിക്കും, ചിലത് സെക്കൻഡ് രീതിയായിരിക്കും, ചിലത് തേർഡ് രീതിയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാഗ് വരുന്നുണ്ട്. ടാഗുകളുടെ എല്ലാ ടാഗുകളുടെയും ഒരേ രീതി ഇങ്ങനെയാണ്. ഒരു ടാഗിൻ്റെ അതായത് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റേഴ്സിൻ്റെ ഇടയിൽ ടാഗിൻ്റെ പേര് വരും, പിന്നെ എൻ്റെ കണ്ടൻറ്റ് വരും, പിന്നെ ടാഗ് ക്ലോസ് ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ HTML എന്താണെന്ന് കണ്ടു, HTMLൻ്റെ രീതികൾ എന്താണെന്ന് കണ്ടു, HTML യൂസ് ചെയ്തിട്ടാണ് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടു. index.html എന്ന് പറയുന്നതാണ് HTMLൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ ഡീഫോൾട്ട് പേജ് എന്ന് മനസ്സിലാക്കി. പിന്നെ HTML എന്തൊരു ഡിസൈൻ ചെയ്യണമെങ്കിലും ടാഗുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ഡിസൈൻ ചെയ്യാൻ മനസ്സിലാക്കി. അതുപോലെ തന്നെ റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ടാഗ്. ടാഗിൻ്റെ സ്ട്രക്ചറിൽ 3 ഡിഫറൻസ് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ടാഗ് ഓപ്പൺ ചെയ്ത ക്ലോസ് ചെയ്യുന്ന ടാഗുകൾ, പിന്നെ സെൽഫ് ക്ലോസിങ് ആയിട്ടുള്ള 2 രീതിയിലുള്ള ടാഗുകൾ. ഇത്രയാണ് ഇതിൻ്റെ ഒരു ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് എന്തായാലും കോഡിങ് സെക്ഷനിലേക്ക് കിടക്കും. കാരണം തിയറി കുറേ പറഞ്ഞിരിക്കണേക്കാളും കൂടുതൽ നിങ്ങൾക്കത് കാണുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാവും എന്നാണ് എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തായാലും എഡിറ്റിങ്ങും കോഡ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങളതിൽ പോയി കഴിഞ്ഞാൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വെബ്സൈറ്റ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇഷ്ടം പോലെ അടിപൊളി പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ലഭ്യമാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടം വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. പിന്നെ നോട്ട് പാഡ് യൂസ് ചെയ്യാം, വേർഡ് പാഡ് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഡിറ്റർ യൂസ് ചെയ്യാം. ബേസിക് ഒരു രീതി ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ആ കോഡ് എഡിറ്റ് ചെയ്യണം. അതിനിപ്പോൾ എന്ത് ടെക്സ്റ്റ് എഡിറ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഞാൻ യൂസ് ചെയ്യേണ്ട ഒരു കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ വിൻഡോസിൽ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ മാക് OS ലിനക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഡൗൺലോഡ് ചെയ്ത് സാധാ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണ പോലെ നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. ഓക്കെ, വേറെ പ്രത്യേകിച്ച് കോംപ്ലക്സിറ്റി ഒന്നുമില്ല, ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വിട്ടാൽ മതി ഇത് പ്രോസസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ. ഓക്കെ, ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ സാധാ ഒരു വെബ്സൈറ്റ് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇൻസ്റ്റാൾ ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതാണ് നമുക്ക് നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്താ പറയുക, ഒരു ടെക്സ്റ്റ് നമ്മുടെ ഈ കോഡ് എഡിറ്റ് ചെയ്യണം. അതിലിപ്പോൾ നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റ് എഡിറ്ററും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കോഡിംഗ് പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടും. കോഡിംഗ് പ്ലാറ്റ്ഫോം കിട്ടും എന്നൊരു കാരണം കൊണ്ട് മാത്രമാണ് ഞാനിത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് പോലെ തന്നെ atom.io അല്ലാന്നുണ്ടെങ്കിൽ സബ്ലൈം ടെക്സ്റ്റ്, അങ്ങനെ ഇഷ്ടംപോലെ വേറെയും ടെക്സ്റ്റ് എഡിറ്റർ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. ഇതാകുമ്പോൾ സിമ്പിൾ UI ആണ്. നമുക്ക് കുറച്ച് എക്സ്റ്റൻഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. എക്സ്റ്റൻഷൻസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു വെൽക്കം സ്ക്രീൻ കാണാം, ന്യൂ ഫയൽ, ഓപ്പൺ ഫോൾഡർ, ആഡ് വർക്ക് സ്പേസ് ഫോൾഡർ എന്നൊക്കെ കാണാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഒരു വെബ്സൈറ്റിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിന് ഫയലിൽ പോവുക, ഓപ്പൺ ഫോൾഡർ കൊടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു പാത്ത് ചൂസ് ചെയ്തിട്ട് ഒരു എന്താ പറയുക, ഒരു ഫോൾഡർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുത്തിട്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്തിട്ട് അത്
മെയിൻ ഫോൾഡറായിട്ട് കൊടുക്കുക, സെലക്ട് ഫോൾഡർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട്. അപ്പോൾ ആക്ച്വലി ആ ഫോൾഡർ നിങ്ങളുടെ വർക്ക് സ്പേസിൽ അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ആയി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാറിന് ഹൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇത് ഹൈഡ് ചെയ്ത് ഷോ ചെയ്ത് കാണാം. ഓക്കെ, അത് അത്രയേ ഉള്ളൂ. പിന്നെ ഇത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്ന ഓപ്ഷൻസ്, ഇതിന് ഗിറ്റിൻ്റെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ വഴി പറഞ്ഞുതരാം. പിന്നെ എക്സ്റ്റൻഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റൻഷൻസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു വർക്ക് ഫ്ലോ, നമുക്കിടെ നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വർക്ക് ഫ്ലോനെ എന്താ പറയുക കുറച്ചും കൂടി സ്പീഡപ്പ് ആക്കാനും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കുറച്ച് അഡ്വാൻറ്റേജസ് കിട്ടാൻ വേണ്ടിയാണ് വർക്ക് ഫ്ലോ എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്യുന്നത്. അത് ഏതൊക്കെ എക്സ്റ്റൻഷൻസ് ആണ് നല്ലതെന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്കിതിപ്പോൾ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഏതായാലും ആ ഒരു പാത്തിലേക്ക് പോകാം. എന്നിട്ട് അതിനുശേഷം നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ index.html എന്ന് പറയുന്നതാണ് ഡീഫോൾട്ട് പേജ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു പേജ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കാൻ ന്യൂ ഫയൽ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഐക്കൺ കാണാം, അതുപോലെ ന്യൂ ഫോൾഡറും കാണാം. അപ്പോൾ ന്യൂ ഫയൽ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് index.html എന്ന് കൊടുത്തു. അപ്പോൾ .html എന്ന് പറയുന്ന ഫയലുകളൊക്കെ ഒരു HTML ഫയലുകളാണ്. അതാണ് .html എന്ന് പറയുന്നതാണ് ഇൻഡെക്സ് മറ്റേ വെബ്സൈറ്റുകളുടെ HTML പേജുകളുടെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിലൊരു സംശയമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി അപ്പം നമ്മളൊരു index.html എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിൽ ഞാൻ എന്ത് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്താലും Ctrl+S യൂസ് ചെയ്ത് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് ഈ വെബ്സൈറ്റിനെ ഞാൻ റൺ ചെയ്താലും വെബ് പ്രോജക്റ്റിൽ പോയിട്ട് ആ എന്താ പറയുക ഈ പറയുന്ന ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ആ പർട്ടിക്കുലർ ഫയൽ ഓപ്പൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഹലോ സെറാഫ്. ഞാൻ അത് അടിച്ചു കൊടുത്തത് ഹലോ സെറാഫ് എന്നാണ്. ഒരു മിനിറ്റ് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാമല്ലോ. അപ്പോൾ ഞാൻ അടിച്ചു കൊടുത്തത് ഹലോ സെറാഫ് എന്നാണ്. അപ്പോൾ ഈ ഹലോ സെറാഫ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും അടിച്ചു കൊടുക്കാം, അതനുസരിച്ച് ഇവിടെ മാറ്റം വരുന്നത് കാണാൻ സാധിക്കും. റീലോഡ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ചിലർ വിട്ടുപോകും റീലോഡ് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു എററാന്ന് വിചാരിക്കും. പക്ഷേ ആക്ച്വലി നിങ്ങളൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, മീൻസ് ഞാൻ പറയാൻ കാരണം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് ഈ ഒരു എറർ പറ്റാം, എനിക്ക് പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നേരത്തെ കുട്ടി പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഹലോ സെറാഫ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതല്ല എന്താ നമ്മുടെ HTML ഒരു രീതികൾ എന്ന് പറയുന്നത് ഇതല്ല. HTML കണ്ടൻറ്റ് കയറ്റി കൊടുക്കുന്ന രീതി ഇങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ലേ ടാഗുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ HTML കണ്ടൻറ്റ് റെൻഡർ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഈ ആ ടാഗുകളുടെ യൂസേജ് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കിതിപ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ ഈ HTML പേജുകൾക്ക് എല്ലാ HTML പേജുകൾക്കും ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ നമുക്ക് ആദ്യം നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡോക് ടൈപ്പ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ വരുന്നുണ്ട്. ഈ ഡോക് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻ്റ് എന്ത് ടൈപ്പാണെന്ന് ബ്രൗസറിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ടാഗാണിത്. ആ ഒരു പണിയാണ് ഈ ടാഗിനുള്ളത്. അപ്പോൾ ഇവിടെ പറയണത് എന്താണെന്ന് വെച്ചാൽ ഡോക് ടൈപ്പ് HTML5 ഒരു കണ്ടൻറ്റ് ഒരു ഫയലാണ് ഇപ്പോൾ ബ്രൗസറിന് കിട്ടിയിട്ടുള്ളതെന്നാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ അവിടുത്തെ ഒരു കാര്യം. പിന്നെ HTML എന്ന് പറഞ്ഞൊരു ടാഗാണ്. ഞാൻ പറഞ്ഞില്ലേ, മനസ്സിലായില്ലേ? HTML തുറക്കുകയും ക്ലോസ് ചെയ്യുന്ന രീതി ഞാൻ കുറച്ച് നേരം മുമ്പ് പറഞ്ഞില്ലേ, ആ രീതിയിൽ തന്നെയാണ് മിക്ക ടാഗുകളും വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ HTML പേജിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ HTML എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എല്ലാ കണ്ടൻറ്റും കയറ്റിയിടുക. ഇതിലാണ് നമ്മൾ റെൻഡർ ചെയ്യാവുന്ന എല്ലാ കണ്ടൻറ്റും കയറ്റിയിടുക. പക്ഷേ HTML ഉള്ളിൽ തന്നെ ബോഡി എന്ന് പറഞ്ഞൊരു ഒരു ടാഗ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വിസിബിളായിട്ടുള്ള കണ്ടൻറ്റൊക്കെ പുഷ് ചെയ്യുക. ഇതിലൊരു ഹെഡ് ഉണ്ട്. ഇതിലാണ് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്ക്രിപ്റ്റുകളും എല്ലാ വേറെ എക്സ്റ്റേണൽ ഫയലുകളും അതുപോലെ തന്നെ ടൈറ്റിൽ ഇങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ഹെഡിലാണ് കൊടുക്കുക. മീൻസ് അതിൻ്റെ മെയിൻ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഹെഡിലാണ് കൊടുക്കുക. വിസിബിളായിട്ട് മെയിനായിട്ട് യൂസറിൽ കാണേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ബോഡിയിലാണ് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ടൈറ്റിൽ കൊടുത്താൽ കഴിഞ്ഞിട്ട് ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ index.html എന്നാണ് കാണുന്നത്. സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ സെറാഫ് റൂട്ട്സ് എന്ന് ടൈറ്റിൽ കാണാം. അതാണ് ഇവിടുത്തെ ടൈറ്റിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ല? ഇപ്പോൾ ഇത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡോക് ടൈപ്പ് എന്ന് പറയുന്നത് ഡോക്യുമെൻ്റ് ടൈപ്പ് കാണിക്കാനാണ്. പിന്നെ സ്ട്രക്ചർ എന്ന് പറയുന്നത് HTML എന്ന് പറഞ്ഞൊരു ടാഗ്, അതിൻ്റെ ഉള്ളിൽ ഒരു ഹെഡ് ടാഗ്, അതിൻ്റെ ഉള്ളിൽ ഒരു ബോഡി ടാഗ്. ബോഡിയിലാണ് വിസിബിളായിട്ടുള്ള എല്ലാ കണ്ടൻറ്റും വരാം. ഹെഡ് ടാഗിലാണ് നമ്മുടെ ഈ എന്താ പറയുക മെയിൻ ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് വരാം. ഓക്കെ, ഇനി നമുക്ക് ടാഗുകളുടെ ലിസ്റ്റിലേക്ക് കടക്കാം. ടാഗുകളുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ടാഗുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ആക്ച്വലി ഈ പറയണ HTML ഡീഫോൾട്ടായിട്ട് ഇഷ്ടംപോലെ ടാഗുകൾ നമുക്ക് അവൈലബിൾ ആണ് ആക്ച്വലി. നമ്മളത് W3 സ്കൂൾസിൽ തന്നെ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ടാഗിൻ്റെ റെഫറൻസ് നമുക്ക് ലഭിക്കും.
ഓക്കെ, ആ ഒരു റെഫറൻസ് നിങ്ങളിപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ HTML ടാഗുകൾ, ഇഷ്ടംപോലെ ടാഗുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, മനസ്സിലായില്ല? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഓരോ ടാഗുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് എന്തിനുള്ളതാണെന്നും അതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്നൊക്കെ നിങ്ങൾക്ക്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ ടാഗുകളിൽ ഇവിടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബേസിക്കായിട്ട് എന്നാൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടാഗുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാക്കി എക്സ്ട്രാ വരുന്ന ടാഗുകൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം വെബ്സൈറ്റിൽ നോക്കി പഠിച്ചെടുത്താലും മതി. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ടാഗുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണ്, അതിൻ്റെ ഒരു പ്രോസസ്സിങ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ബാക്കി ടാഗുകൾ ഇപ്പോൾ റെഫർ ചെയ്ത് പഠിക്കാൻ എളുപ്പമാവും. ഓക്കെ, നമുക്ക് എന്തായാലും ടാഗുകളുടെ ലിസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ടാഗ് എന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ടാഗ്, ഞാൻ മെയിൻലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് H1 ടാഗ്. അപ്പോൾ H1 ടാഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഹെഡിങ് ടാഗ്. ഹെഡിങ് ടാഗ് തന്നെ പല രീതിയിലുണ്ട്. ഒരു 6 ഹെഡിങ് ടാഗുകൾ ഉണ്ട് നമുക്ക് ആക്ച്വലി, 6 ഉണ്ട്. അതെന്ന് വെച്ചാൽ ഒന്ന് H1, പിന്നെ ഒരെണ്ണം H2, പിന്നെ ഒരെണ്ണം H3, പിന്നെ ഒരെണ്ണം H4, അങ്ങനെ H6 വരെ നമുക്ക് ടാഗുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണാനെങ്കിൽ ഇങ്ങനെ മൾട്ടി കേഴ്സർ ഞാൻ വെക്കുന്നത് ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ കേഴ്സർ പോയിന്റ് ക്ലിക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ മൾട്ടിപ്പിൾ പോയിൻറ്റ്സ് കിട്ടുന്നത്. ഇവിടെ ഞാൻ സെറാഫ് ടൂൾസ് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ, റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ ഹെഡിങ്ങിനും ഓരോ സൈസ്, ഓരോ സ്റ്റൈല്. ഇവിടെ മനസ്സിലായോ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് ആ ഒരു H1 ആണ് ഏറ്റവും വലുത്, H6 ആണ് ഏറ്റവും ചെറുത്. അപ്പോൾ അതൊരു എന്താ പറയുക, ആ ഒരു ഡിസെൻഡിങ് ഓർഡറിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. H1 ആണ് ഏറ്റവും വലുത്, H6 ആണ് ഏറ്റവും ചെറുത്. അത്രയും തന്നെ ആ ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി അടുത്ത ടാഗ് എന്ന് പറഞ്ഞാൽ സ്മോൾ ടാഗ്. സ്മോൾ ടാഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നിങ്ങൾ എന്തടിച്ചു കൊടുക്കണോ അതിൻ്റെ ഉള്ളിൽ അത് വളരെ സ്മോൾ ടെക്സ്റ്റായിട്ട് നിങ്ങൾക്ക് വിസിബിളായിട്ട് വരും. വേറെ ഒന്നും അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഈ പച്ച കളർ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് വെച്ചാൽ ഇതിന് കമൻറ്റ് ചെയ്യലാണ്. അതായത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വെബ്സൈറ്റിൽ അത് വരില്ല. അപ്പോൾ ഞാനിത് കമൻറ്റ് ചെയ്തിട്ട് സേവ് ചെയ്തിട്ട് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടില്ല. അപ്പോൾ അത്രയാണ് അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. കമൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോളും ക്വസ്റ്റ്യൻ ബട്ടണും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കമൻറ്റും ഡീകമൻറ്റായിട്ട് മാറും. ഓക്കെ, വേറെ ഒന്നിനല്ല. അപ്പോൾ നമുക്ക് ആ കോഡ് പിന്നീട് ഫ്യൂച്ചറിൽ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ കമൻറ്റ് ചെയ്തിടുന്നതാണ് നല്ലത്. നമുക്ക് ആവശ്യം നമുക്ക് ആ കോഡ് എടുത്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, വേറെ പല യൂസേജ് നമുക്ക് കമൻറ്റ് യൂസ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി വേറൊരാൾക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുത്തു, അപ്പോൾ ആൾക്ക് ആ ഒരു പാർട്ട് എന്തിനാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാൻ ദിസ് ഈസ് ദ സ്മോൾ HTML അത് കമൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാവും ഇത് സ്മോൾ ടാഗാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മെസ്സേജ് കൊടുക്കാനും കമൻറ്റിങ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കമൻറ്റിങ്ങിൻ്റെ ഒരു വർക്കിംഗ്. മനസ്സിലായില്ലേ? അപ്പോൾ സ്മോൾ ടാഗ് അത്രയേ ഉള്ളൂ. അടുത്തെന്ന് പറയുന്നത് P ടാഗാണ്. P ടാഗ് എന്ന് പറഞ്ഞാൽ സ്മോൾ ടാഗ് HT ടാഗ് പോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് വിസിബിൾ ആക്കാനുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഡമ്മി ടെക്സ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ Litson.com പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡമ്മി ടെക്സ്റ്റ് കിട്ടും. ഇങ്ങനത്തെ എന്താ പറയുക ടെക്സ്റ്റുകളാണ് ഓൾമോസ്റ്റ് എല്ലാ ഈ വെബ്സൈറ്റ് ടെംപ്ലേറ്റുകളും നമുക്ക് കാണാൻ സാധിക്കാം. ഓക്കെ, അപ്പോൾ ഈ ടെക്സ്റ്റ് നമ്മൾ എടുത്ത് അപ്പോൾ ഇങ്ങനത്തെ പാരഗ്രാഫ് P ടാഗ് നമ്മൾ പറയുന്നത് പാരഗ്രാഫ് ടാഗ് എന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ പാരഗ്രാഫൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് ഈ ടാഗ് യൂസ് ചെയ്യുക. അത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാം. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ P ടാഗിനും സ്മോൾ ടാഗിനും ഹെഡിങ് ടാഗിനും അതിൻ്റേതായ കുറച്ച് വ്യത്യാസങ്ങൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ടാഗിനും അതിൻ്റേതായ ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്, അതിൻ്റേതായ ഒരു സ്റ്റൈലിംഗ് രീതികളുണ്ട്. നമുക്ക് ആ സ്റ്റൈലിംഗ് ഒക്കെ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും. അത് CSS യൂസ് ചെയ്ത് നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ P ടാഗ് എന്താണെന്ന് പഠിച്ചു. ഇനിയും ആങ്കർ ടാഗ് അല്ലെങ്കിൽ A ടാഗ്. ആങ്കർ ടാഗ് അല്ലെങ്കിൽ A ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ സൈറ്റിൽ നിന്ന് വേറൊരു ലിങ്കിലേക്ക് പോകണം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഗൂഗിളിൻ്റെ സൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഹിന്ദി ഇങ്ങനെ ലാംഗ്വേജുകളുടെ ഇതൊക്കെ കാണുന്നില്ലേ, ഇതൊക്കെ A ടാഗാണ്, ആങ്കർ ടാഗ്. അതല്ലെങ്കിൽ ലിങ്ക് വേറൊരു സൈറ്റിലേക്ക് പോകാനൊക്കെ ആയിട്ട്. ഇപ്പോൾ അതുമല്ല, ഇപ്പോൾ അതെ ഗൂഗിളിൻ്റെ ലിങ്ക് തന്നെ ഞാൻ കോപ്പി ചെയ്തെടുത്തിട്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇപ്പം ഞാനിനി സേവ് ചെയ്യുകയാണെങ്കിൽ പക്ഷേ ഞാൻ റിഫ്രഷ് ചെയ്താൽ അങ്ങനെ ഒരു A ടാഗ് എനിക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഞാൻ A ടാഗിന് പേര് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പേര് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് സേവ് ചെയ്തിട്ട് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ടാഗ് കിട്ടി. ഈ ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യും, ബട്ടൺ അല്ലെങ്കിൽ ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഗൂഗിളിലേക്ക് പോകും. ഓക്കെ, കാരണം ഇവിടെ കൊടുത്തന്നെ ലിങ്ക് ഗൂഗിളിൽ നിന്നിൻ്റെ ആ ലിങ്കാണ്, വെബ്സൈറ്റിൻ്റെ ലിങ്കാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഉദ്ദേശം. വേറൊരു ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ മൾട്ടിപ്പിൾ പേജസ് വരും. ഫോർ എക്സാമ്പിൾ വേറൊരു പേജ് എബൌട്ട് പേജ് ഉണ്ടാക്കി എന്നൊക്കെയാ. അതിലും ഈ സെയിം എബൌട്ട് എന്ന് പറഞ്ഞ ഒരു ഇത് കൊടുത്തു. എന്നിട്ട് നമ്മളിവിടെ നമ്മൾ എന്ത് ചെയ്തു, എബൌട്ട് എന്ന് പറയുന്ന ആ ഒരു
ഇതിനെ നമ്മൾ പോയിൻ്റ് ചെയ്തു. എബൌട്ട് എന്ന് പറയുന്ന പേജിലേക്ക് നമ്മൾ പോയിൻ്റ് ചെയ്തു. ഇതിന് ശേഷം നമ്മൾ റിഫ്രഷ് ചെയ്താൽ എബൌട്ട് കിട്ടും. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലോ എബൌട്ട് എന്ന് പറഞ്ഞ പേജിലേക്ക് പോകും. മനസ്സിലായില്ല? അപ്പോൾ ഇതിനും നമ്മളത് യൂസ് ചെയ്യും. നമ്മളത് നാവിഗേറ്റ് ചെയ്യാനും നമ്മളത് യൂസ് ചെയ്യും, എ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും തന്നെയാണ് എ ടാഗിൻ്റെ ഒരു ഫംഗ്ഷനാലിറ്റി. നിങ്ങൾ അതും ഒരുവിധം മനസ്സിലായി എന്ന് വിചാരിക്കും. നമുക്ക് അടുത്തൊരു ടാഗിലേക്ക് പോകുകയാണെങ്കിൽ IMG ടാഗ്. IMG ടാഗ് എന്ന് പറഞ്ഞാൽ ഇമേജൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ എ ടാഗിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഇമേജ് ടാഗിൽ വേറെ ഒന്നുമില്ല. ഇമേജ് ടാഗിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് സെൽഫ് ക്ലോസിങ് ടാഗാണ്. പറഞ്ഞ് മനസ്സിലായോ? ഇത് സെൽഫ് ക്ലോസിങ് ടാഗാണ്. ഈ കാണുന്നത് SRCയും ഓൾട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പാരാമീറ്റേഴ്സാണ്. മനസ്സിലായില്ലേ? IMG എന്ന് പറയുന്നത് സെൽഫ് ക്ലോസിങ് ടാഗാണ്. നിങ്ങൾ ആക്ച്വലി ഇങ്ങനെ ഒരു ഇത് ഇടണ്ട. നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ SRC എന്ന് പറയുന്ന പാരാമീറ്റർ എന്താണെന്ന് വെച്ചാൽ ഈ ഇമേജിൻ്റെ ലിങ്ക് എവിടെ നിന്നാണ്, ഏത് ഇമേജാണ് എടുക്കേണ്ടതെന്ന് ഇതിന് പറഞ്ഞു കൊടുക്കാനുള്ള ലിങ്കാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓൾട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇമേജിന് ഒരു പേര് കൊടുക്കുന്നത്. ഒരു ഇമേജ് എന്ന് പറഞ്ഞ പേര് കൊടുത്താൽ ആ ഇമേജ് എന്ന് പറഞ്ഞ പേരിൽ അത് അറിയപ്പെടും. അപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ സേവ് ചെയ്തു, ഇനി ഇത് റിഫ്രഷ് ചെയ്താലും ഒരു ഇമേജ് വരില്ല. നമ്മളിപ്പോൾ ഇവിടെ ഈ പേര് കൊടുത്തിരുന്നു, അത് ഇമേജ് എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഇമേജ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഐക്കൺ കാണുന്നത്. നമ്മളുടെ പേര് കൊടുക്കാതെ സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്താൽ അതും കാണില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി ഇതെവിടെ ഉപകാരപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ SEO ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിത് യൂസ്ഫുള്ളായിട്ട് വരും. ഇനി SRC നമുക്കിപ്പോൾ എന്തായാലും ഗൂഗിളിൽ പോയിട്ട് ഇമേജ് പോയിട്ട് ഒരു അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒരു ഇമേജ് എടുത്തു, ഒരു ഇമേജ് എടുത്തു, ഇമേജ് കൊടുത്തു. അപ്പോൾ ഇമേജിൻ്റെ ലിങ്ക് കിട്ടി. നമ്മൾ ആ ഇമേജ് എടുത്തതിന് ശേഷം നമ്മൾ ആ ലിങ്ക്, ആ പർട്ടിക്കുലർ ലിങ്ക് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ലിങ്ക് പേസ്റ്റ് ചെയ്തു, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. നമ്മളിത് സേവ് ചെയ്തു, അതിനുശേഷം നമ്മുടെ പേജിലേക്ക് വന്നതിന് ശേഷം റിഫ്രഷ് ചെയ്തു. ആ ഇമേജ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇമേജ് വർക്ക് ചെയ്യണത്. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഇമേജ് ഡൗൺലോഡ് ചെയ്യണമെന്ന് വയ്ക്കാം. Ctrl+S കൊടുത്ത് ഡൗൺലോഡ് ബട്ടൺ കൊടുത്തതിന് ശേഷം നമ്മുടെ ഡെസ്ക്ടോപ്പിൽ വന്ന് നമ്മുടെ ഫോൾഡറിലേക്ക് പോയി ഇമേജസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കി. ഇമേജസ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കിയതിന് ശേഷം അതിൽ ഇമേജ് എന്ന് തന്നെ പറഞ്ഞ് നമ്മൾ സേവ് ചെയ്തു. ഓക്കെ, ഇനി ഈ ഫോട്ടോനെ എങ്ങനെ ആക്സസ് ചെയ്യാൻ നോക്കാം. നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡ് ബാറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് ആക്ച്വലി ഇത് ഓട്ടോമാറ്റിക്കലി വരുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ Ctrl+B യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഷോ ഹൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് ഇതിന് വരുത്തുന്നത്. ഇനി നമ്മൾ ഇമേജസ് എന്ന് പറഞ്ഞ ഫോട്ടോ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമേജ് എന്ന് പറഞ്ഞ ഒരു ഇമേജ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ ഇമേജിനെ നമുക്ക് എങ്ങനെ ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജസ് എന്ന് പറഞ്ഞ ഫോൾഡറിലല്ലേ. അപ്പോൾ ഇമേജസ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് ആയതുകൊണ്ട് നമ്മൾ ഇമേജസ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് നമുക്ക് കാണിച്ചു തരും, നമുക്ക് പാത്ത് കാണിച്ചു തരും. എൻ്റർ കൊടുക്കുക, അതിലാകെ ഒരു ഇമേജ് ഉള്ളൂ, image.jpg എന്ന് പറഞ്ഞിട്ട് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ആക്ച്വലി അതും സെലക്റ്റായി. ഇനി നമ്മളത് ഹൈഡ് ചെയ്തതിന് ശേഷം സേവ് ചെയ്തിട്ട് ഇപ്പുറത്തൊന്ന് റീലോഡ് ചെയ്യണമെങ്കിൽ ആ സെയിം ഇമേജ് നമുക്ക് കിട്ടും. ഓക്കെ, മനസ്സിലായി. ഇനി വിഡ്ത്തും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിഡ്ത്ത് ഇപ്പോൾ ഒരു 100 പിക്സൽ, ഹൈറ്റ് ഇപ്പോൾ തൊട്ടുണ്ടാകും ചെറുതായി. അപ്പോൾ വിഡ്ത്തും ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ ഹൈറ്റ് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈറ്റും ഹാൻഡിൽ ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ ആ ഒരു പ്രൊപ്പോർഷൻ മാറിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റേതായ ചെറിയൊരു വ്യത്യാസം വരുന്നു മാത്രം. അതാണ് ഞാൻ ഹൈറ്റ് ഇപ്പോൾ ഏതിലൊരെണ്ണം ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ പ്രൊപ്പോർഷൻ മാറിപ്പോകാതിരിക്കാനാണ് ഞാനതങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ് ഇമേജ് എന്ന് പറയുന്ന ടാഗിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമേജ് ടാഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ടാഗിലേക്ക് പോവുകയാണെങ്കിൽ ബട്ടൺ ടാഗ്. ഓക്കെ, ബട്ടൺ ടാഗ് ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ. ചെറിയൊരു ലിങ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ആക്ച്വലി ബട്ടൺ ടാഗ് യൂസ് ചെയ്യണത്. നമ്മളിപ്പോൾ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു, ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് ബട്ടൺ ക്രിയേറ്റ് ചെയ്തു, സേവ് ചെയ്തു, റീലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബട്ടൺ കിട്ടി. ഇതാണ് ഇതിൻ്റെ ഡീഫോൾട്ട് സ്റ്റൈൽ എന്ന് പറയുന്നത്. നമുക്കിത് CSS യൂസ് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും സാധിക്കും. ഓക്കെ, അങ്ങനെയാണ് ബട്ടൺ വേറെ പ്രത്യേകിച്ച് വലിയ പാരാമീറ്റേഴ്സും കാര്യങ്ങളൊന്നുമില്ല. നമുക്കത് ഇൻഡപ്തിൽ പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ യൂസേജ് വരുന്നത്. കാരണം ഓൺ ക്ലിക്ക് എന്നൊക്കെ പറഞ്ഞ് വേറെ ഫംഗ്ഷൻസ് ഉണ്ട്. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനേഴ്സ് എന്നെ ചിലപ്പോൾ മനസ്സിലായിരുന്നില്ല. പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചെറുതായിട്ടൊക്കെ ഉള്ള ചെറിയൊരു അറിവുള്ള ഒരാൾക്ക് എന്തായാലും അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അറിവുണ്ടാവും.
ഇനി അടുത്തൊരു ടാഗ് എന്ന് പറഞ്ഞാൽ ലേബൽ ടാഗ്. ആക്ച്വലി ഇത് നമ്മൾ ഫോമുകളൊക്കെ ഉണ്ടാകില്ലേ, നമ്മളെന്താ പറയുക, ഫോമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കോൺടാക്ട് പേജിൽ നെയിം, ഇമെയിൽ, മൊബൈൽ നമ്പർ, ടെക്സ്റ്റ് മെസ്സേജ് ഇതൊക്കെ മേടിക്കാനാണ് നമ്മൾ ആക്ച്വലി, അവിടെയാണ് നമ്മൾ ഒരു ഇൻപുട്ടിനൊക്കെ ലേബൽ കൊടുക്കാനാണ് ആക്ച്വലി മെയിൻലി ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ വരുന്നൊരു പേര് കൊടുത്തു, ലേബൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ എന്താ പറയുക എൻ്റർ നെയിം അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി അതിവിടെ കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ലേബൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഉദ്ദേശം തന്നെയുള്ളൂ, അതിൻ്റേതായ ഫോണ്ട് സൈസിൽ കാര്യങ്ങളിൽ നമുക്കത് ഇന്ന് കിട്ടും. പിന്നെ അടുത്ത ടാഗ് എന്ന് പറയുന്നത് ഇൻപുട്ട് ടാഗ്. അതും ഞാനധികം പറഞ്ഞു തരണ്ടെന്ന് വിചാരിക്കുന്നു, കാരണം ഇൻപുട്ട് ടാഗ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതൊരു സെൽഫ് ക്ലോസിങ് ടാഗാണ്. അതുപോലെ തന്നെ ഇത് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ടെക്സ്റ്റ് ഇൻപുട്ട് മേടിക്കാനാണ് നമ്മൾ ആക്ച്വലി ഇൻപുട്ട് ടാഗ് യൂസ് ചെയ്യുന്നത്. അത് ഈ ടൈപ്പ് എന്ന് പറയുന്ന പാരാമീറ്ററിന് ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റ് ടൈപ്പാണ് നമ്മളിപ്പോൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. എന്തും വേണമെങ്കിൽ എന്തും എൻ്റർ ചെയ്ത് കൊടുക്കാം, മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പോൾ നമ്പറാണെന്ന് വയ്ക്കാം, അത് വേറൊരു ടൈപ്പാണ്. നമ്മൾ ടെക്സ്റ്റ് ആൽഫബറ്റ്സ് ഒന്നും പറ്റില്ല, നമ്പർ തന്നെ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? അതൊരു ടൈപ്പ്. ഇനി പാസ്വേഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ടെക്സ്റ്റ് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം, പക്ഷേ അതൊരു പാസ്വേഡ് സ്റ്റൈലിലാണ് നമുക്കത് വിസിബിൾ ആവുന്നത്. ഓക്കെ, അതാണ് ഇൻപുട്ട് ടാഗിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി ഇതിലൊരു നമ്മളിപ്പോൾ ഇത് ജസ്റ്റ് ചുമ്മാ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഇത് ആൾക്കാർക്ക് എന്താ പറയുക മനസ്സിലാവില്ല, അവിടെ ഞാൻ അവിടെ എന്താ എൻ്റർ ചെയ്യണമെന്ന് മനസ്സിലാവില്ല. അങ്ങനെ ഒരു ഹിൻറ്റ് കൊടുക്കാനാണ് പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പാരാമീറ്ററുകളെല്ലാം യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, പാരാമീറ്ററിൻ്റെ പേര് ഈക്വൽ ടു രണ്ട് ഈ എന്താ പറയുക ഈ സിമ്പിളിൻ്റെ ഇടയിൽ നമ്മൾ ഇതിൻ്റെ പാരാമീറ്ററിൻ്റെ വാല്യൂ അടിച്ചു കൊടുക്കണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. പ്ലേസ് ഹോൾഡർ, അപ്പോൾ അതെന്ന് പറയുന്നത് അതിൻ്റെ പാരാമീറ്ററിൻ്റെ പേര് ഈക്വൽ ടു ഈ സിമ്പിൾ. ഓക്കെ, പ്ലേസ് ഹോൾഡറിൽ ഇപ്പോൾ എൻ്റെ നെയിം അടിച്ചു കൊടുത്ത് നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഹിൻറ്റ് കാണാം. നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാല്യൂ അടിച്ചു കൊടുക്കുമ്പോൾ അത് പോയിണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പാരാമീറ്റേഴ്സൊക്കെ നമുക്ക് ലഭിക്കും. അങ്ങനത്തെ പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ കൂടി നിങ്ങൾക്ക് ആ W3 Schools എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾസ് സഹിതം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ടാഗിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത ടാഗ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഏരിയ. വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഇൻപുട്ട് കണ്ടു. ഇൻപുട്ട് നിങ്ങൾ ഇവിടെ നോക്കിയേ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഫോർമാറ്റല്ല, ഈ സൈസും കാര്യങ്ങളൊക്കെ ഡീഫോൾട്ടായിട്ട് ഇങ്ങനെ വരണേ. പക്ഷേ നമുക്ക് വലിയൊരു മെസ്സേജാണ് നമുക്ക് വെബ്സൈറ്റിലേക്ക് മേടിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കതൊരു ഈ നെയിം ഇതിപ്പോൾ ഇവിടെ നിർബന്ധമില്ല, പക്ഷേ അത് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ആവശ്യം വരും. ID എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ID പാരാമീറ്റർ നമുക്ക് ആക്ച്വലി എല്ലാ ടാഗുകൾക്കും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ID എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ പേര് പറയണത് പോലെ തന്നെ യൂണീക്കായിരിക്കണം. എല്ലാ ടാഗുകൾക്കും യൂണീക്കായിട്ടുള്ള ID ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അത്രയും കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ മെസ്സേജ്, ഇപ്പോൾ ഇനി ഈ ID വേറൊരു ടാഗിനും വരാൻ പാടില്ല, അത്ര ഉദ്ദേശിക്കുന്നു. അപ്പോൾ ടെക്സ്റ്റ് ഏരിയ സേവ് ചെയ്തിട്ട് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മെസ്സേജ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ആ ഒരു ഉദ്ദേശം മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ, നമുക്കത് റീസൈസ് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ കോൾസ് ഉദ്ദേശിക്കുന്നത് കോളം, നമ്പർ ഓഫ് കോളംസ്, അതിൻ്റെ സൈസാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ 100 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 100 കോളത്തിൻ്റെ സൈസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത്രയാണ് അവിടെ ആ ഒരു ടാഗിൽ ആ ഒരു പാരാമീറ്ററിൻ്റെ ഒരു ഉദ്ദേശം അത്രയേ ഉള്ളൂ. ഡീഫോൾട്ടായിട്ട് എത്ര റോയും കോളം സൈസ് വരണം എന്ന് മാത്രമേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവ് എന്ന് പറഞ്ഞ ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുമിച്ച് ഇപ്പോൾ ഒരു ഇൻപുട്ടും ഒരു ലേബലും ഒരു ബട്ടണും അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് ഒരു സെക്ഷനായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിവ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏതൊരു ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗൂഗിളിൻ്റെ വെബ്സൈറ്റിൻ്റെ എടുക്കുകയാണെങ്കിൽ ഇത് മൊത്തത്തിലൊരു സെക്ഷനായിരിക്കും, അല്ലെങ്കിൽ ഇത് മൊത്തത്തിലൊരു സെക്ഷനായിരിക്കും. മീൻസ് ഞാൻ പറഞ്ഞ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞങ്ങൾക്ക് അത് കാണിച്ചു തരാം. മീൻസ് അങ്ങനെ നമ്മുടെ ടാഗുകൾ മൊത്തത്തിൽ ഒന്ന് കമ്പൈൻ ചെയ്തത് യൂസ് ചെയ്യാനാണ് നമ്മൾ ഡിവ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഒരു H1 ടാഗ് യൂസ് ചെയ്യാം, സെറാഫ് ടൂൾസ് പറഞ്ഞൊരു H1 ടാഗ്, ഒരു പാരഗ്രാഫ് ടാഗ്, ലോവർ സിമ്പിൾ കുറച്ച് ടെക്സ്റ്റ് എടുത്തിട്ട് പാരഗ്രാഫ് ടാഗ്, അതിനുശേഷം ഒരു ലിങ്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ about.html ലിങ്ക്, അതിനൊരു പേര് കൊടുത്തു, അല്ലെങ്കിൽ റീഡ് മോർ എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നതാണ്, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി കാണിച്ചു തരുന്നതാണ്. ഓക്കെ, ഒരു ബട്ടണും കൊടുത്തു നമ്മൾ.
ജസ്റ്റ് ചുമ്മാ ഒരു ബട്ടൺ കൊടുത്തു. ഞാനിതിവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതിപ്പോൾ മൊത്തത്തിൽ എല്ലാം ഒരു ഡിവായിട്ടാണ് ഇരിക്കണത്. എനിക്കിനി ഇതിപ്പോൾ മൊത്തത്തിൽ എനിക്ക് സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡിവ് യൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഈ ഡിവിൻ്റെ ഒരു കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഡിവ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അത്രയേ ഉള്ളൂ. നമുക്കെന്താ പറയുക, മൊത്തത്തിൽ അതിനെല്ലാത്തിനും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ റൺ ചെയ്യണ്ട, മൊത്തത്തിൽ അതിനെ മാറ്റാൻ പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഡിവിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാത്തിനും ഒന്ന് മൊത്തത്തിലാക്കി ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ ഇത് രണ്ടും കൂടി വേണമെങ്കിൽ ഒരു ഡിവ് ആക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എവിടെയാണ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താ പറയുക, ഞാനിവിടെ സ്റ്റൈല് ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുത്തു. അപ്പോൾ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് റൺ ചെയ്യുമ്പോൾ ഇവിടെ അങ്ങനെ കാണാം. ഇതിൽ സ്റ്റൈല് ടെക്സ്റ്റ് അലൈൻ ലെഫ്റ്റ് കൊടുത്തു, കണ്ട. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മൊത്തത്തിൽ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുത്തെങ്കിലും ഞാൻ ഇതിന് രണ്ടെണ്ണത്തിന് ടെക്സ്റ്റ് അലൈൻ ലെഫ്റ്റ് കൊടുത്തു. അപ്പോൾ അത് രണ്ടും മാത്രം അങ്ങോട്ട് മാറി. അപ്പോൾ ഇങ്ങനത്തെ ഒരു യൂസേജിനും ഇപ്പോൾ വേറൊരു ഇപ്പോൾ എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ വേറൊരു ബ്ലാക്ക് കളർ കൊടുത്തു, എന്നിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതപ്പോൾ അത് അങ്ങനെ കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ഓരോ സെക്ഷൻസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനാണ് നമുക്ക് ആക്ച്വലി ഡിവിൻ്റെ ഒരു യൂസേജ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ ഡിവ് എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡിവ് നമ്മൾ ഇഷ്ടം പോലെ നമ്മുടെ വെബ്സൈറ്റിൽ യൂസ് ചെയ്യും. മനസ്സിലായില്ല? അപ്പോൾ അതൊന്ന് എന്തായാലും ഓർത്ത് വയ്ക്കാം. നമുക്ക് ഓർത്ത് വയ്ക്കാനൊന്നുമില്ല, കാരണം വെബ്സൈറ്റ് ഉണ്ടാകുന്ന ഒരാൾ എന്തായാലും ഡിവ് യൂസ് ചെയ്യും. നമുക്ക് ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. ഡിവിനെ ഡിവിഷൻസ് ആയിട്ട് കാണണം. ഓക്കെ, അപ്പോൾ ഡിവ് നമ്മൾ ടാഗ് കണ്ടു. ഇനി ബി ആർ ടാഗ് വേറെ ഒന്നുമില്ല. നമുക്കിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ചില ടാഗുകൾ ഇൻലൈൻ ടാഗുകളായിരിക്കും. ഇൻലൈൻ ടാഗുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടാഗുകൾ നമ്മൾ എത്ര യൂസ് ചെയ്യണം അതിനനുസരിച്ച് ഇങ്ങനെ അതിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് ഒരു ലൈനിലായിട്ടായിരിക്കും വരാം. മനസ്സിലായില്ലേ? ചില ടാഗുകൾ ബ്ലോക്ക് ടാഗുകളായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാഗ് ഇട്ടു, അടുത്ത ടാഗ് സെയിം ടാഗിന് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ടാഗ് ഇട്ട് കഴിഞ്ഞാൽ അത് അടുത്തൊരു ലൈനിലായിട്ടായിരിക്കും വരാം. ഇപ്പോൾ H1 ബ്ലോക്ക് ടാഗാണ്, P ബ്ലോക്ക് ടാഗാണ്, അതാണ് അടുത്ത ലൈനുകളായിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ എന്താ പറയുക, ആങ്കർ ടാഗും ബട്ടൺ ടാഗ് അതൊക്കെ നമുക്ക് ഇൻലൈൻ ടാഗുകളാണ്. അപ്പോൾ അത് ഇൻലൈൻ ഒറ്റ ലൈൻ പോലെ വരും. അപ്പോൾ നമുക്കൊരു ബ്രേക്ക് കൊടുക്കാനാണ് നമുക്ക് ആക്ച്വലി ഈ ഇൻലൈൻ ടാഗ് അല്ലെങ്കിൽ ബ്രേക്ക് ടാഗ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ സേവ് ചെയ്തിട്ട് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു ഇൻലൈനിൽ കാണാം. പക്ഷേ ഈ സാധനത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അടുത്ത ലൈനാണ്. എന്ന് വെച്ചാൽ ഒരു ലൈൻ ബ്രേക്ക്, അതാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് ബ്രേക്ക് ടാഗ്. ഓക്കെ, ബ്രേക്ക് ടാഗ്. അപ്പോൾ ഈ കമൻറ്റ് വരണ രീതി എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ഏതൊരു കണ്ടൻറ്റിൻ്റെ തൊട്ട് മുന്നിൽ ഇങ്ങനെ ഒരു ഇതും പിന്നെ ഓട്ടോമാറ്റിക്കലി വിഷ്വൽ സ്റ്റുഡിയോയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ വരും. ഇതിനുള്ളിൽ എന്ത് എഴുതിയാലും അത് കമൻ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് കമൻറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഇതൊരു കൺസെപ്റ്റ്, ഇതിൻ്റെ ഒരു രീതി മനസ്സിലാവാനാണ് ഞാനിപ്പോൾ അത് പറഞ്ഞത്. ഇനി അപ്പോൾ നമ്മൾ ബ്രേക്ക് ടാഗ് കണ്ടു. ഇനി അടുത്തെന്ന് പറയുന്നത് പ്രീ ടാഗ് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് ടാഗിൻ്റെ വേറൊരു രീതിയാണ്. പക്ഷേ ഇതിൽ നമുക്കെന്താ പറയുക, ഇതിന് പ്രോഗ്രാം ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. ഈ ടാഗിനെ ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഫോർമാറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ടെക്സ്റ്റാണ് നമുക്കത് അവിടെ അങ്ങനെ കാണാൻ സാധിക്കാം. ആ കൺസെപ്റ്റ് തന്നെയാണ് ഉള്ളത് പ്രീ ടാഗ് എന്ന് പറയുന്ന ഒരു ടാഗിനുള്ളത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇത് സേവ് ചെയ്ത് റൺ ചെയ്താലും നമുക്കതങ്ങനെ കിട്ടുക. നമുക്കത് അധികം യൂസേജ് വരില്ല. പക്ഷേ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരിത്തിരി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് പോകുമ്പോൾ നമുക്ക് പ്രീ ടാഗിൻ്റെ ഒക്കെ യൂസേജ് വരും. ഓക്കെ, ഇനി അടുത്ത ടാഗ് എന്ന് പറയുന്നത് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ആ ലിസ്റ്റിനാണ് ലിസ്റ്റ് 1 അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ലിസ്റ്റ് ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റായിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഇവിടെ അൺഓർഡേർഡ് ലിസ്റ്റായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇവിടെ UL എന്ന് പറയുന്നത് അൺഓർഡേർഡ് ലിസ്റ്റ്, എല്ലാവരും ഉദ്ദേശിക്കുന്നത് ലിസ്റ്റ് ഐറ്റം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു കൺസെപ്റ്റാണ് അൺഓർഡേർഡ് ലിസ്റ്റ്. നമുക്ക് ഈ ലിസ്റ്റിനെ സ്റ്റൈൽ ചെയ്യാനും പറ്റും, നമുക്കത് വേറെ CSS യൂസ് ചെയ്ത് സ്റ്റൈൽ ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റ് നമുക്കിപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലും ലിസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമുക്കത് അൺഓർഡേർഡ് ലിസ്റ്റ് നമുക്ക് യൂസേജ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ടാഗ് എന്ന് പറയുന്നത്
ഞാൻ നേരത്തെ പറഞ്ഞു ഫോം ഉണ്ടാക്കാനായിട്ട് നമുക്കിപ്പോൾ എന്താ പറയുക, അപ്പോൾ ഒരു പേര് മേടിക്കുക അല്ലെങ്കിൽ ആളുടെ ഡീറ്റെയിൽസ്, നമുക്കൊരു യൂസിൻ്റെ ഡീറ്റെയിൽസ് മേടിക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോം യൂസ് ചെയ്യുക. അപ്പോൾ ഫോമിൽ ഇപ്പോൾ ഇവിടെ ആക്ഷൻ യൂസ് ചെയ്താൽ നമുക്കത് ബാക്ക് എൻഡ്, അതായത് സെർവർ ഇതിൻ്റെ ഒരു ഫങ്ഷൻസ് ആണ്. നമുക്കിതിപ്പോൾ ആ ഫങ്ഷൻസിനെ കുറിച്ച് എന്തായാലും ഞാൻ പറയണില്ല. ഫോം എന്ന് പറയുന്നത് ഓക്കെ, ഫോമിലാണ് നമ്മൾ ആക്ച്വലി ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ഡിവ് ഇല്ലെങ്കിൽ ഇപ്പോൾ ലേബൽ ഫോർ നെയിം, അത് കഴിഞ്ഞിട്ട് ലേബൽ എൻ്റർ നെയിം, ജസ്റ്റ് ഒന്ന് ഒരു ഫോം ഉണ്ടാക്കി കാണിച്ചു തരുന്നേ ഉള്ളൂ നിങ്ങൾക്ക്, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ID നെയിം കൊടുത്തു, അത് കഴിഞ്ഞിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇതിങ്ങനെ കാണാൻ സാധിക്കും. മനസ്സിലായില്ല? നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. ഇനി അടുത്തത് ലേബൽ, സെയിം ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം. ലേബൽ ഇപ്പോൾ നെയിം ഇമെയിൽ ഫോർ ഇമെയിലിൽ കൊടുത്തു, ഇമെയിലിൽ നിന്ന് കൊടുത്തു, എൻ്റർ ഇമെയിലിൽ നിന്ന് കൊടുത്തു, ടെക്സ്റ്റ് അത് ടെക്സ്റ്റായിട്ട് എടുത്താൽ മതി. പിന്നെ പാസ്വേഡ് ഒരു ജസ്റ്റ് ഒരു യൂണീക്ക് നെയിം കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഈ കൊടുത്തേണ ഈ ഒരു രീതിനെയാണ് ക്യാമൽ കേസ് എന്ന് പറയുക. ക്യാമൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തായാലും പ്രോഗ്രാമിങ്ങിൽ നമ്മൾ അങ്ങനത്തെ ഒരു പേരുകളാണ് യൂസ് ചെയ്യുക. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിപ്പോൾ വായിച്ചെടുക്കാൻ എളുപ്പമാണ്. കാരണം ഇപ്പോൾ ഇവിടെ പിയും സ്മോൾ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ആയി കിട്ടണമെന്നില്ല. ക്യാമൽ കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാൻ എളുപ്പം. ക്യാമൽ കേസ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, 2 വാക്ക് അല്ലെങ്കിൽ 3 വാക്കുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 4 വാക്ക്, എത്ര വാക്കുണ്ടായാലും ഫസ്റ്റത്തെ വാക്കിൻ്റെ ഫസ്റ്റത്തെ അക്ഷരം സ്മോൾ ആയിരിക്കും. ബാക്കി എല്ലാ പുതിയ വാക്കുകളുടെയും ഫസ്റ്റത്തെ അക്ഷരം ക്യാപിറ്റലായിരിക്കും. ഇതാണ് ക്യാമൽ കേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റർ പാസ്വേഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഒരു വണ്ടി പാസ്വേഡ് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ടെക്സ്റ്റ് പാസ്വേഡ് ആക്കി കൊടുത്തു, നെയിം പാസ്വേഡ് കൊടുത്തു, മൈ പാസ്വേഡ് അങ്ങനെയല്ല നമ്മൾ കൊടുത്ത് ഫോർ നെയിം മൈ പാസ്വേഡ്. അതിനുശേഷം ഇവിടെ ചെറിയൊരു എറർ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്വേഡ് എന്നാണ്, അങ്ങനെ എന്തെങ്കിലും കൊടുത്താലും മതി. മീൻസ് ID എപ്പോഴും യൂണീക്ക് ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ ഇത് കോൺഫ്ലിക്റ്റ് വരും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇമെയിലിൽ നിന്ന് കൊടുക്കാം. അതിനുശേഷം ഇവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഇൻലൈനായിട്ടാണ് കാണുന്നത്, എല്ലാം ഒരേ ലൈനിലാണ് വരുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിത് സ്റ്റൈൽ ചെയ്തെടുക്കണം. നമുക്കിത് ജസ്റ്റ് ഒന്ന് റീഫോർമാറ്റ് ചെയ്യാം. ഇങ്ങനെ ഞാൻ ഡിവിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് ഡിവിൻ്റെ യൂസേജ് എപ്പോഴും വരും. നമുക്ക് ഡിവ് എന്ന് പറയാം, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡിവിഷൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്ക് ആണെന്നൊക്കെ പറയാം. ഡിവ് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ആ ഒരു രീതി നമ്മൾ ഡിസൈൻ ചെയ്യാൻ എപ്പോഴും ഡിവിൻ്റെ യൂസേജ് എപ്പോഴും വരും. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ എല്ലാം താഴേക്ക് വന്നു. ഇനി നമുക്കിതിനെ നല്ലോണം സ്റ്റൈൽ ചെയ്താലാണ് നമുക്കതൊരു നമ്മൾ കാണുന്ന രീതിയിൽ നമുക്കതിനെ എന്താ പറയുക ഭംഗിയാക്കി എടുക്കാൻ പറ്റുക. ഇനിയിപ്പോൾ ലേബൽ യൂസ് ചെയ്യാണ്ട് നമുക്കിതിനെ പ്ലേസ് ഹോൾഡർ വെച്ചിട്ട് ഡിസൈൻ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഭംഗി ഉണ്ടാക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലേസ് ഹോൾഡർ കൊടുത്തു, ഇപ്പോൾ നെയിം എൻ്റർ നെയിം എന്നുള്ളത് ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ഇമെയിലിന് പ്ലേസ് ഹോൾഡർ എന്ന് കൊടുത്തു, എൻ്റർ ഇമെയിൽ എന്നുള്ളത് ഇവിടെയും കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം പാസ്വേഡിന് പ്ലേസ് ഹോൾഡർ ആദ്യം കൊടുക്കുക, എന്നിട്ട് എൻ്റർ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് കുറച്ചും കൂടിയും ഭംഗിയായിട്ട് നമുക്ക് കാണാം. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് പറയാം. അപ്പോൾ അത് പ്ലേസ് ഹോൾഡർ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഒരു ഫോം. പിന്നെ അത് കഴിയുമ്പോൾ ഒരു ബട്ടൺ ടൈപ്പ് സബ്മിറ്റ് ബട്ടൺ. ഓക്കെ, അതൊരു സബ്മിറ്റ് ബട്ടനായിട്ട് നമുക്കും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ നടക്കണം എന്നുള്ളതൊക്കെ നമുക്ക് പ്രീ ഡിഫൈൻ ചെയ്ത് നമ്മൾ എഴുതേണ്ടി വരും. നമ്മൾ തന്നെ അത് എഴുതിയെടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ബേസിക്കലി നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണ കുറച്ച് എന്താ പറയുക ടാഗുകൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണ കുറച്ച് ടാഗുകൾ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ടാഗുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി എന്താ പറയുക വെബ്സൈറ്റുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ ടാഗുകളല്ല, വേറെയും ഇഷ്ടംപോലെ ടാഗുകൾ നമുക്ക് അവൈലബിൾ ആണ് പ്രീ ഡിഫൈൻഡ് ആയിട്ട് HTML. പക്ഷേ ആ ടാഗുകളെല്ലാം കൂടി നമ്മളൊരു വെബ്സൈറ്റിൽ യൂസ് ചെയ്യേണ്ട അവസ്ഥകൾ വളരെ കുറവാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് യൂസ് ചെയ്യാമെന്ന് മാത്രം. ആ ടാഗുകളുടെ ഒരു റെഫറൻസ് കിട്ടാനായിട്ട് ഞാൻ ലിങ്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ, യൂട്യൂബിൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങളത് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ ടാഗുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അതെന്തായാലും യൂസ്ഫുൾ ആവും നിങ്ങൾക്ക്. പിന്നെ ആ വെബ്സൈറ്റ് ഓർമ്മയുണ്ടാവുക W3 സ്കൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഒരു ടാഗുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്കിപ്പോൾ ഒരു ഇപ്പോൾ എന്താ പറയുക, ഒരു വെബ്സൈറ്റിൻ്റെ ടെംപ്ലേറ്റ് എടുത്ത് എഡിറ്റ് ചെയ്യണ കേസ് വന്നാൽ പോലും നിങ്ങൾക്കത് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പേജ് സോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിവ് നമ്മൾ നോക്കിയ ടാഗാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഡിവ് ഉണ്ട്, അതിൽ കുറേ സെയിം ടൈപ്പ് ആങ്കർ ടാഗ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ H1, H4, H5, HR എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു ഹൊറിസോണ്ടൽ ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ എക്സ്ട്രാ ടാഗുകൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഡിവ് സ്ക്രിപ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് അടുത്തേൽ പഠിക്കാം. കാരണം ഒത്തിരി നമ്മൾ വേറൊരു എക്സ്റ്റേണൽ സ്ക്രിപ്റ്റ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യണ ഒരു രീതിയാണ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ റെഫർ ചെയ്ത, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു മെത്തേഡിലുള്ള ടാഗുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു വെബ്സൈറ്റിൽ കാണാൻ സാധിക്കുക. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാഗുകളൊക്കെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ HTML കുറിച്ച് ചെറിയൊരു ഐഡിയ എങ്കിലും ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു ചെറിയ ഐഡിയ വെച്ചിട്ട് നമ്മൾ ഈ ഒരു സെയിം കണ്ടൻറ്റിന് തന്നെ നമ്മൾ അല്ലെങ്കിൽ വേറൊരു പുതിയൊരു ഇതിനെ നമ്മൾ CSS യൂസ് ചെയ്തിട്ട് സ്റ്റൈൽ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ CSS ആണ് ഏതൊരു സൈറ്റും ഭംഗിയുള്ളൊരു സൈറ്റാക്കി ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇതേപോലത്തെ കസ്റ്റം ആയിട്ടുള്ള ബട്ടണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അതിനെ ഒരു ഭംഗി കൊടുത്ത് കളറൊക്കെ കൊടുത്ത് നല്ല ഇമേജസൊക്കെ യൂസ് ചെയ്ത് അതിൻ്റെ ഒരു ഈ പറയുന്ന ഈ ഒരു കേർവ്ഡ് ഷേപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിനെ ഭംഗിയാക്കി എടുക്കണ ജോലി ചെയ്യണത് CSS ആണ്. നമ്മൾ ആ ലേഔട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കൽ HTML യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് HTML ഒരു വെബ്സൈറ്റിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ഹാൻഡിൽ ചെയ്യണത്, ഒരു HTML യൂസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യാനാണ് സാധിക്കുക, അതിൽ യൂസ് ചെയ്യുന്ന ടാഗുകൾ എന്തൊക്കെയാണ്, ടാഗുകളുടെ യൂസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ടാഗുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ മെയിൻലി യൂസ് ചെയ്യുന്ന ടാഗുകളാണ് ഒരു വെബ്സൈറ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ മെയിൻലി ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ മടിക്കേണ്ട. ഇപ്പോൾ കമൻറ്റ് സെക്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട, ഞാൻ എന്തായാലും റിപ്ലൈ തരും. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി എന്നെ കോൺടാക്ട് ചെയ്താലും നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ നിന്ന് HTML കുറിച്ച് ചെറിയൊരു ഐഡിയ എങ്കിലും നിങ്ങൾക്ക് ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ CSS എൻ്റെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.